ഹലോ അച്ഛാ, എവിടെയാടാ? ഞാനും വിവേകും രണ്ട് വഴിക്ക് ഇറങ്ങി തിരയുക. ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തു. പക്ഷേ രണ്ടാമത്തെ ദിവസവും രാത്രിയുമാണ്. നമ്മൾ ആ കുടുംബത്തോട് എന്തു പറയൂടാ? അച്ഛാ, എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ തിരയും. ഞാൻ സിൻസിയറായിട്ട് ഇത് പറയുന്നത്. എനിക്ക് അയാളെ കണ്ടുപിടിക്കണമെന്നുണ്ട്. എനിക്കറിയാം. എന്തായാലും കുറച്ചു നേരം കൂടി നോക്ക്, എന്നിട്ട് നീ ഇങ്ങ് തിരിച്ചു പോരെ. ഇനി പോലീസിൽ പറഞ്ഞ് അന്വേഷിക്കല്ലാതെ വേറെ മാർഗമില്ല. ഞാൻ വരാം. നീ എന്തെങ്കിലും കഴിച്ചോ? ഓ, അതൊന്നും വേണ്ട അച്ഛൻ, ഫോൺ വെച്ചേക്ക്. അവൻ തെരഞ്ഞോണ്ടിരിക്കുക. അതിന് ഏട്ടനും ബോധമുണ്ടോ? കുറച്ചു മുമ്പ് വിവേക് എന്നെ വിളിച്ചു. സൂര്യ എന്ന് ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്ര ടെൻഷൻ ഉണ്ടായിട്ട് പോലും. നന്ദിനിയുടെ കാര്യത്തിൽ അവൻ സിൻസിയറാ, അതിലെനിക്ക് സംശയമൊന്നുമില്ല. മമ്മി തിരിച്ചെത്തറായി. ഇനിയും മമ്മിയിൽ നിന്നത് മറച്ചു വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അറിയുന്നെങ്കിൽ അറിയട്ടെ. മദ്യത്തിന്റെ പേരിൽ സൂര്യ വഴക്ക് പറഞ്ഞത് മാത്രമല്ലല്ലോ അവൾ ഇറങ്ങിപ്പോവാൻ കാരണം. എല്ലാരും കൂടി കണക്ക് തീർക്കുകയും ചെയ്തില്ലേ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച നിങ്ങളെല്ലാവരും ഒരുപോലെ ഉത്തരവാദികളാ. ഏതെങ്കിലും വിധത്തിൽ പത്മ തിരിച്ചെത്തുന്നതിന് മുമ്പ് അവളിവിടെ വന്നാൽ മതിയായിരുന്നു. എല്ലാരും കിടന്നോ? ഇല്ല മാഡം. അതെന്ത് പറ്റി? ഇത്രയും നേരമായിട്ട് ആരും ഉറങ്ങാത്ത? അറിഞ്ഞൂടാ. ആ ഡിക്കിയിൽ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, എടുത്തു വെക്കൂ. മുറിയിലേക്ക് കൊണ്ടുവരണോ മാഡം? ഇപ്പൊ എടുത്തു വെക്കേ. പറഞ്ഞ അത് ചെയ്താൽ മതി. നാളെ ഞാൻ ചോദിക്കുമ്പോൾ എടുത്ത് തരാം. ശരി മാഡം. എന്തു പറ്റി? അച്ഛൻ്റെ മക്കളുടെ മുഖത്തൊരു ടെൻഷൻ. ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എന്തൊക്കെയാ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? ഇവരുടെ പ്രായമാണോ നിങ്ങൾക്ക്? കുറച്ചുകൂടെ പക്വത കാണിക്കണ്ടേ? ഇന്ന് ഏത് സിനിമയാ അച്ഛനും മക്കളും കൂടെ കണ്ടത്?
ഇന്നലെ രാത്രി ഇത് തന്നെ ആയിരുന്നല്ലോ. അത് പിന്നെ ഡാഡി ചില പഴയ പടങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളെ വല്ലാതെ കൊതിപ്പിക്കും. എന്നാ പിന്നെ കണ്ടു കളയാന്ന് ഞങ്ങളൊന്ന് തീരുമാനിക്കും. പക്ഷെ പറയാതെ വയ്യ മമ്മി, ഡാഡിയുടെ സെലക്ഷൻസ് ഒക്കെ ഉഗ്രനാ. ഈ ഉറക്കമൊഴിച്ച് സിനിമ ആണ് ശീലമൊന്നും അച്ഛനുണ്ടായിരുന്നില്ല. ആ ചില ശീലങ്ങളൊക്കെ വൈകിയാണല്ലോ തുടങ്ങുന്നത്. ഞാൻ ഒന്ന് കുളിക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്. പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോ ഞാൻ കരുതി മമ്മി എല്ലാം അറിഞ്ഞിട്ടാ വരുന്നേന്ന്. ഞാനും അതെ. എത്ര സമയം അമ്മയോട് ഇങ്ങനെ പറയാതിരിക്കും? തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, ബാക്കി നമുക്ക് വരും പോലെ നോക്കാം. ഓ